പുതിയ സ്ഥാനലബ്ധിക്ക് താൻ അർഹനാണെന്ന് തെളിയിക്കുന്നതായിരുന്നു AICC ഉപാധ്യക്ഷനായ ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ പ്രസംഗം. കോൺഗ്രസിന്റെ ചരിത്രം പരാമർശിച്ച് പ്രസംഗം തുടങ്ങിയ രാഹുൽ സംവിധാനത്തിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി പ്രവർത്തകരുടെ കയ്യടി നേടി. അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥയാണ് നിലവിൽ. അഴിമതിക്കാർ അഴിമതി നിരോധനത്തെപ്പറ്റിയും സ്ത്രീധ്വംസകർ സ്ത്രീ സുരക്ഷയെപ്പറ്റിയും സംസാരിക്കുന്നു. ഈ രീതി മാറ്റാൻ നിലവിലെ സംവിധാനം മാറണമെന്നും അതിന് പാർട്ടിയുടെയും പ്രവർത്തകരുടെയും പിന്തുണ വേണമെന്നും രാഹുൽ പറഞ്ഞു. രാജ്യത്തിന്റെ DNA-യിൽ കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണ് പാർട്ടി തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നതെന്ന് വ്യക്തമാക്കിയ രാഹുൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കുള്ള പുതിയ കർമ്മപരിപാടി മുന്നോട്ട് വച്ചു. നേതൃത്വത്തെ വാർത്തെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. സംസ്ഥാനങ്ങളിൽ സംഘടനാ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണം. മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവർക്കും മുകളിൽ നിന്ന് കെട്ടിയിറക്കുന്നവർക്കും സീറ്റ് നൽകുന്ന നിലവിലെ രീതി പൂർണ്ണമായും മാറ്റും. ഇന്നലെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സോണിയാഗാന്ധി തനിക്കരികിൽ വന്ന് കരഞ്ഞതായി രാഹുൽ പറഞ്ഞു. അധികാരം നിലനിർത്താനല്ല, ജനങ്ങളെ ശാക്തീകരിക്കാനാണ് അധികാരം ഉപയോഗിക്കേണ്ടത്. മുത്തശ്ശി ഇന്ദിരാഗാന്ധിക്കൊപ്പം ബാഡ്മിന്റൺ കളിച്ച് ബാലൻസ് നിലനിർത്തിയ തനിക്ക് അവരുടെ കൊലപാതക ദിവസം ബാലൻസ് നഷ്ടപ്പെട്ടു. അച്ഛൻ്റെ പ്രസംഗത്തിൽ നിന്നാണ് പ്രതീക്ഷയുടെ കിരണങ്ങൾ വീണ്ടെടുത്തത്. മുത്തശ്ശി ഇന്ദിരാഗാന്ധിക്കൊപ്പം ബാഡ്മിന്റൺ കളിച്ച് ബാലൻസ് നിലനിർത്തിയ തനിക്ക് അവരുടെ കൊലപാതക ദിവസം ബാലൻസ് നഷ്ടപ്പെട്ടു. അച്ഛൻ്റെ പ്രസംഗത്തിൽ നിന്നാണ് പ്രതീക്ഷയുടെ കിരണങ്ങൾ വീണ്ടെടുത്തത്. ആ പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും കൈവടിഞ്ഞിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു. കോൺഗ്രസ് ആണ് ഇനി തന്റെ ജീവിതമെന്ന് പ്രഖ്യാപിച്ചാണ് 1 മണിക്കൂറോളം നീണ്ട പ്രസംഗം രാഹുൽ ഉപസംഹരിച്ചത്. രാഹുൽ കോൺഗ്രസിൽ മാറ്റത്തിന്റെ പ്രഖ്യാപനം മുഴക്കിക്കഴിഞ്ഞു. തന്റെ നേതൃത്വത്തിൽ പുതിയ മുഖവും സമീപനവുമാകും പാർട്ടിക്കെന്ന രാഹുലിന്റെ വാക്കുകളുടെ തുടർചലനങ്ങൾ വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ജയ്പൂരിലെ AICC സമ്മേളന വേദിയിൽ നിന്നും ക്യാമറമാൻ ഫൈസൽ നീർക്കുന്നതോടൊപ്പം M. ഉണ്ണികൃഷ്ണൻ, ഇന്ത്യ വിഷൻ.